ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ പണിയാരം എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അൺടിൽ ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്തത് കോയമ്പത്തൂരാണ്. അപ്പോൾ കോയമ്പത്തൂർ പോകുന്നവരെ ഞാൻ ഈ പണിയാരം എന്താണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് ഈ സംഭവം കഴിക്കുന്ന. ഒരു പലഹാരമാണ്. ചിലർക്ക് അറിയുന്നുണ്ടാവും, ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമ്മുടെ ദോശമാവ് വെച്ച് ചെയ്യുന്നൊരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ദോശയ്ക്കൊക്കെ ഒരു പ്ലെയിൻ ടേസ്റ്റ് അല്ലേ, അതിനെക്കാട്ടും നമുക്ക് ഒരു വേണമെങ്കിൽ 4 മണി പലഹാരമായിട്ട് നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു മീലായിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നറൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരം. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ദോശമാവ് എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ടിട്ടുള്ള ദോശമാവാണ്. അത് നമ്മൾ ഭയങ്കര ചിലർ നല്ലോണം ലൂസായിട്ടാണ് ദോശമാവ് എടുക്കുക. അത്ര ലൂസാക്കിയിട്ടുള്ള മാവല്ല. ഒരു ഊത്തപ്പത്തിനൊക്കെ നമുക്ക് എടുക്കുന്ന ഒരു മാവിന്റെ കൺസിസ്റ്റൻസി, ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ദോശമാവ്. പിന്നെ അതിലേക്ക് വേണ്ടത് കടുക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇഞ്ചി ആണെങ്കിലും പച്ചമുളകാണെങ്കിലും അതേപോലെ നല്ല ഫൈനലി ചോപ്ഡ് ആയിരിക്കണം. പിന്നെ വെളിച്ചെണ്ണ, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ. ഓക്കെ, അപ്പൊ നമ്മളിത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് വറവ് തയ്യാറാക്കാനായിട്ട് നമ്മളിത് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. കടുക് പൊട്ടി ഇതൊന്നും ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഇതൊന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ച കടുക് ഇട്ടുകൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി, കറിവേപ്പില, അതേപോലെ പച്ചമുളക് ഇതും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മൊരിയിച്ചെടുക്കാം. ഈ ഇഞ്ചിനെയും പച്ചമുളകിനെയൊക്കെ. അപ്പൊ നല്ലോണം റോസ്റ്റ് ആയിട്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ച മാവില്ലേ, ഇതിലേക്ക് ഉള്ളി ഒന്നും ചെയ്യണ്ട കേട്ടോ. അരിഞ്ഞ രീതിയിൽ തന്നെ ഉള്ളി ഇടാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച റോസ്റ്റ് ചെയ്ത് വെച്ച ഈ മിക്സും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഓൾറെഡി ആവശ്യത്തിനുള്ള ഉപ്പിട്ട മാവാണ്. ഞാൻ പറഞ്ഞോന്ന് ഓർമ്മയില്ല, ഒന്നും കൂടെ പറയുകയാണ്. അപ്പം പിന്നെ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉപ്പിടാത്തത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിടണം. അപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം ഞാനിതാ ഒരു കാരോൽ എടുത്തു വെച്ചിട്ടുണ്ട്. കാരോല് വേണം കേട്ടോ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കാരോൽ എടുത്തു വെച്ചു. അതൊന്ന് ചൂടായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. അതിനുശേഷം നമുക്ക് ഓരോ ഈ കുണ്ടിലേക്കും കുറേശ്ശെ വെളിച്ചെണ്ണ ഒന്ന് തുടിച്ചാൽ മതി. കാരണം ഇത് നോൺ സ്റ്റിക്ക് കാരോലാണ്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. അപ്പം അധികം നോൺ സ്റ്റിക്ക് എടുക്കുകയാണ് കേട്ടോ നല്ലത്, വെളിച്ചെണ്ണയുടെ യൂസ് കുറയ്ക്കാനായിട്ട്. അപ്പം എന്താ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പം വെളിച്ചെണ്ണയും നല്ലതായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായി തോന്നുന്നു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്നാവട്ടെ. ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫോർക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അത് മറിച്ചിട്ട് കൊടുക്കാം.
വെച്ചോളൂ കേട്ടോ. അത് വേവണമല്ലോ, അതിന് വേണ്ടിയിട്ട് സിമ്മിൽ വെച്ചാൽ മതി. എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു ലേശം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കാം, ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. ഞാൻ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓരോ തുള്ളി ഒന്ന് ഓരോ ഇതിലും ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അധിക ടൈമൊന്നും എടുക്കില്ല അതാവാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഈ ഭാഗമൊക്കെ ഒന്നും കൂടെ മൊരിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതായിട്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതാ നമ്മുടെ പനിയാരം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ചട്നിയൊക്കെ വേണമെങ്കിൽ എടുക്കാം, അത്രയേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. പിന്നെ ചിലരുണ്ടല്ലോ വടയൊക്കെ കഴിക്കണമെങ്കിൽ ചട്നി തന്നെ വേണം, ചട്നി ഉണ്ടെങ്കിലേ വടക്ക് ടേസ്റ്റ് തോന്നുള്ളൂ പറയുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ ചട്നി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.